ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 കപ്പ് ജീരക റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കണം. അതിനുശേഷം നമുക്കിത് വെള്ളത്തിൽ നിന്ന് വാർത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ കുക്കറിൻ്റെ അകത്താണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ഞാനിപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 വലിയ സവാള കട്ട് ചെയ്തതും 3 തക്കാളി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2-3 ചെറിയ കഷ്ണം പട്ട, ഏലക്കായ, അതുപോലെ 3 ഗ്രാമ്പൂ, ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം തന്നെ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഇവ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇറച്ചി, ഞാനിപ്പോൾ കാടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 3 കാട ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. ഇതിന് പകരം ചിക്കൻ ആണെങ്കിൽ ചിക്കനും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ചിട്ട് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ കഴിഞ്ഞ് ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കർ തുറക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില ഇവയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് നമുക്ക് ഫീൽ ചെയ്യണം. അതായത് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായാൽ മാത്രമേ നമ്മുടെ റൈസിൽ കുക്കായിട്ട് വരുമ്പോൾ ഉപ്പ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ട് കുക്കർ അടക്കുക. എന്നിട്ട് തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക. 1 വിസിൽ വരുന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആവി നല്ല പോലെ പോവാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം മാത്രം കുക്കർ തുറക്കാൻ പാടുള്ളൂ. എന്നാലേ കറക്റ്റ് റൈസ് കുക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ 1 വിസിലൊക്കെ കഴിഞ്ഞ് ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ ഇവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇളക്കി കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കുവാണ്. ഇനി കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും കൂടെ നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ദാ നമ്മുടെ കിടിലൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്നൊക്കെ നമുക്ക് ബിരിയാണി കഴിക്കാനൊക്കെ കൊതിയാവുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.